ചക്കരയിന്ന് ഫിലയുടെ തൊപ്പിയിട്ട് ചക്കരയിന്ന് പെയിന്റ് അടിച്ച് തകർക്കും. അപ്പൊ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ചക്കരേന്റെ റൂമിൽ പെയിന്റ് അടിക്കാൻ പോകണം. നമ്മളിവിടെ നമ്മളിവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പെയിന്റ് അടിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ പെയിന്റ് പണിക്ക് ഒരു അമ്പാടി ഉണ്ട്. പിന്നെ ഇന്ന് പരീക്ഷ കഴിഞ്ഞിട്ടുള്ളൂ. ഉച്ച വരെ പരീക്ഷ ചെയ്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ നേരെ പണിക്ക് ഇറങ്ങിയ ചക്കരയുണ്ട്. ഡെഡിക്കേഷൻ ആണ് ഗൈസ്. നമുക്ക് ഇവിടെ പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചക്കരന്റെ റൂമിൽ നമ്മൾ പെയിന്റ് അടിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം നമുക്ക് മിക്സ് ചെയ്യണം അല്ലേ? പ്രൈമർ ആദ്യം നമ്മള് അടിച്ചിട്ട് വേണം പെയിന്റ് അടിക്കാൻ. കാരണം ഭിത്തിന്റെ കളർ വേറെയാണ്. നമ്മള് വെള്ളയാണ് കിട്ടും. കറിയെ കത്തിയിരുന്ന മഴയൊക്കെ മുറുക്കി പൊട്ടിക്കാനും അറിയില്ല. പഠിച്ചോ? അങ്ങനത്തെ ഫോണിൽ കയറിയിരുന്നു. കൂക്കു കത്തി പൊട്ടുമോ? കത്തി പൊട്ടുന്നു. വേറെന്തോ ടൈപ്പിലാണ് പുള്ളിനോട് പൊട്ടിച്ചും കൂടി തരാൻ പറയാം. ഒട്ടന്മാർക്ക് പൊട്ടിക്കാൻ മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുവാന്ന് തോന്നുന്നു. അല്ലേ മേ? മുറിച്ചിട്ട് വലിച്ചെടുക്കും. എന്തെങ്കിലും ആവട്ടെ. മുറിച്ചിട്ട് ഇത് അടച്ചൊക്കെ ഉണ്ടാവോ? മുറിച്ചു കഴിഞ്ഞാ ഇതാണോ ഓഫാക്കിട്ടോ? കുറച്ച് ഷേവ് ചെയ്താലേ അമ്പാടിന്റെ മോന്ത ശരിയാ. കുറച്ചെടുക്കല്ലേ? അത് മതിയോ? വെച്ചോ. ഇനിയിപ്പൊ ഇടക്കിടക്ക് ഒന്ന് കലക്കാൻ പറ്റില്ലല്ലോ. റൂമൊത്തടിക്കാൻ മതി. യാവോ? ഇത് ഒരു റൂം ഫുൾ അടിക്കാനുള്ളതാ. അത് കുറച്ച് ഇതാകട്ടെ. കൊളായാലേ വെള്ളം എടുക്കാൻ വെള്ളമൊക്കെ നോക്കിട്ട് അടി. കുറച്ച് അധികം മതി. ഇത് മതി മതി മതി. അടിക്കപ്പേ അങ്ങനെ ലൂസാവണം. വൈറ്റ് വേഷം അങ്ങനെയല്ലേ? ഇനി കണ്ടാ മതി. അങ്ങനൊന്നും അല്ലട്ടോ. പെയിന്റ് പിടിക്കുന്നുണ്ടോ? ഇതിലേക്ക് തൊള്ളം അടിച്ചു നോക്ക്. ഇവിടെ അടിച്ചു നോക്ക്. വെറുതെ പറഞ്ഞു. പെയിന്റ് കാക്കാറില്ല. പെയിന്റ് ഉപ്പി വെക്കാറില്ല. അടിക്കാൻ പോവാ. അമ്പാടി ഇതിൽ എക്സ്പേർട്ട് ആയിട്ടോ. അമ്പാടി കട്ട് കഴിഞ്ഞാൽ ഇനി എക്സ്പേർട്ടാ. ചക്കര കാണുമ്പോൾ അടിയുണ്ടാവും. ഞാൻ അടിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ച് പുറകെ കിടക്കണം. തലയിൽ കൂടെ പോയിരിക്കും. അമ്പാടിയാണ് മെയിൻ തിങ്. ഞാൻ മാറി ഇരിക്കും. കുറച്ച് 5 മിനിറ്റ് അടിക്കും, 10 മിനിറ്റ് റെസ്റ്റ്. അതായത് പിന്നെ 5 മിനിറ്റ് അടിക്കും, 10 മിനിറ്റ് റെസ്റ്റ്. മടിയൻ. കളിക്കാതെ ഇതെന്തോ പാലും വെള്ളം. മടി പാലും വെള്ളം കുഴപ്പമില്ലാത്ത എടുത്തെടുത്തോ. അങ്ങനെ പിടിക്കില്ല. ബാടിന്റെ മോഹന്ത ഉള്ളു പെയിന്റ് ആവും. തേമോണു ബാടിയാണ് പെയിന്റിങ് വർക്കിന്റെ ആള്. അടിച്ചോളാം. നല്ല റഷ് എടുത്തോ. ഞാൻ ക്യാമറ അടിച്ചിട്ടുണ്ട്.
ക്യാമറ അതാ ഇവിടെ മേടിച്ചു റൂം മൊത്തം കേട്ടോ ഇങ്ങനെയുള്ള റൂം അമ്പാടിന്റെ കാരണം അടിപൊളിയാവാൻ പോവുകയാണ്. ബ്രഷായിട്ട് തോന്നിക്കണം. ഐശ്വര്യായിട്ട് ആ മൂലോട്ട് തുടങ്ങി കേറണ്ടേ കേറിയല്ലേ മതിയടാ കേറണ്ടേ തട്ടണ്ടേ ഇവിടെ ഒന്നും ആയിട്ട് പോലുമില്ല. കുഴപ്പമില്ല, നീ അടിച്ചോ. അമ്പാടിന്റെ ഫസ്റ്റ് അടിച്ചത് പാളോ ആളി ഇതെന്തത് ചെയ്തു വെള്ളം കുറയ്ക്കണം. വെള്ളം കോരി ചോരുണ്ട്. അല്ല ഒരു ട്രിപ്പൊക്കെ അടിക്കുവാ മുക്ക് മൂന്നില്ല വലിയതായതുകൊണ്ട് സ്വീറ്റ് അടിച്ചോ. വലിയ അതിലുള്ള ബക്കറ്റ് എടുക്കണം. ഓഫാക്കട്ടെ ഒന്നടിയാ അടിക്കട്ടെ. മുമ്പ് ശരിയായിട്ട് പോകും. കുറച്ചുകൂടെ കട്ടിയാക്കണമായിരുന്നു തോന്നുന്നു. ഇല്ല കേൾക്കുമ്പോ ശരിയായിക്കോളും മതി ആവുന്നുണ്ട്. പിന്നെ നല്ല വെള്ളം പോലുണ്ട്. കുറെ പോകുന്നുണ്ട് കളയാതെ. മറ്റേ മൊത്തം പിന്നെ ഈ കളറ് നല്ല കളറാണ്. ചക്കരന്റെ റൂമില് ചാണകപ്പറ്റ അടിച്ചാൽ മതി. മറ്റേ മൊത്തം കഴിക്കാം. ആ 10 മിനിറ്റ് റെസ്റ്റ്. എവിടെ അടിക്കാതെ പെയിന്റ് ആക്കിയതോ ആള് കയറി 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിരിക്കും. ഇല്ല നീ അടിക്ക്. നട്ടോ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ അടിച്ചേ. ഇപ്പൊ കുഴപ്പമില്ല. ആയിത്തെത്തി എടാ മൊത്തം താഴെ കളയും. അവനുണ്ടോ ഇപ്പൊ റെഡിയായി. ഉദ്ഘാടനം ഞാൻ അല്ലായിരുന്നു, അതുകൊണ്ടാ കുഴപ്പമൊന്നും വരില്ല, എല്ലാം ശരിയാവും. ഒരാൾ ഇടക്കുന്നു, ഒരാൾ അടിക്കുന്നു. മൂലയൊക്കെ ചേർത്തടിക്കണം. മൂല മൂല പ്രശ്നം കൊണ്ട് അടിക്കാം. കറക്കണുണ്ടല്ലോ. കളയണ്ട. പെയിന്റിനെന്താ വില? ചക്കരക്കാണ് ഹൈറ്റ് എത്തുന്നില്ല. പിടിക്കാനോ? ഞാൻ 10 മിനിറ്റ് റെസ്റ്റ്, അത് കഴിഞ്ഞ് ഇറങ്ങുള്ളൂ. ഞാൻ ഒറ്റടാ കുഞ്ഞുണ്ടാ. ഇതില് വരും, വേഗം പണിയെടുത്തോ. ഇതില് വരും. ലാസ്റ്റ് തന്നെ ആളുകൾ പെയിന്റ് പണിക്ക് വിളിച്ചു കൊടുക്കും. അമ്പാടി 5 മിനിറ്റ് അടിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന പരിപാടി. അതുകൂടെ നടക്കൂല കേട്ടോ അമ്പാടി. പണിയെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ നിർത്തരുത്. അമ്പാടിക്ക് എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, പെയിന്റ് പണിയായിട്ട്. പെയിന്റ് പണി എങ്ങനെയുണ്ട്? തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? ഇഷ്ടപ്പെട്ടോ അമ്പാടിക്ക്? ഇഷ്ടപ്പെട്ടില്ല? ഇവിടെ കലക്കാനും അറിയില്ല, അതിന് പ്രശസ്തി ഇല്ല. അമ്പാടിയെല്ലാം സൂപ്പറായിട്ട് അടിക്കുന്നുണ്ടോ? ഫിനിഷിങ് നോക്ക്, ഏതാ ഫിനിഷിങ്. ഇവിടെ എവിടെ അടിച്ചേക്കുന്നത്? ഇതെന്താ പെയിന്റ് തെറിപ്പിച്ചോ നീ? ചക്കരന്റെ പെയിന്റിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു രീതിയിലുള്ള പെയിന്റിങ് ആണ്. പക്ഷെ അമ്പാടി പക്ക പ്രൊഫഷനായിട്ട് ഈ ഒരു പെയിന്റ് മൊത്തം
ഈ റൂം മൊത്തം തയ്ക്കണം റൂം. ഈ പെയിന്റ് കൊണ്ടോ ആ ഈ പെയിന്റ് കൊണ്ട്. അതാണ് നിങ്ങളുടെ സ്കില്ല്. അപ്പോഴേ നിങ്ങൾ പെയിന്റ് ഇറക്കുന്നത് കറക്റ്റ് പണിക്കാരാവുള്ളൂ. അമ്പാടി ഏതാ അടി ഇഷ്ടപ്പെട്ടു. ചക്കര അടിച്ചെടുത്ത് തന്നെ അടിപൊളി. അവിടെ അടിച്ചോട്ടെ. റോൾ ചെയ്തിട്ടായിട്ടോ പെട്ടെന്ന് നാട്ടിന്. പെട്ടെന്ന് അടിച്ചു തരാ. ഈ പെയിന്റ് അടിക്കാൻ വന്നവർക്ക് നല്ല കൂലി ഇടും. അമർത്തേടി, അതുകൊണ്ടാണ് അവിടെ ഇത് വരുന്നത്. പെയിന്റ് അടിക്കാൻ വന്നല്ലേ ഒന്നും ആയിട്ടില്ല. ഞാൻ അടിച്ച ചക്കര ഒരു സമയം എങ്കിലും അവർക്ക് കൂലി കിട്ടും പെയിന്റ് അടിക്കാൻ പോയത്. അമ്പാടി പിന്നെ അതാണോ ആ പിന്നെ അതൊന്നല്ല പ്രൊഫഷണൽ പഠിച്ച് അമ്പാടി കൂലിയൊക്കെ പഠിച്ചു വെച്ചേക്കാം. 1000 രൂപ കിട്ടും. ഇല്ല കൂലി പറഞ്ഞതാ. നീ അടിച്ചെടുത്ത് തന്നെ അടിക്കാണ്ട് പെട്ടെന്ന് അടിച്ചുവിട്. എന്നോട് ആ ഞാൻ അവിടെ അടിച്ചെടുത്ത് അടിച്ചിട്ട് ക്ലിയർ ആയിട്ട് അടിക്കണം, വെറുതെ അടിച്ചിട്ട് വരില്ല. അമ്പാടി പ്രൊഫഷണൽ, പെയിന്റ് അടിയിലും പ്രൊഫഷണൽ. ഓ അത് കമ്പിയിലാ പഠിച്ച് 10ാം ക്ലാസ് ഇവിടെ കുറച്ച് ക്ലിയർ ആയിട്ട് അടിക്കണം. നീ 10ാം ക്ലാസിന്റെ എക്സാമിന്റെ ടൈം പോലും അമ്പാടി ഇത്ര പ്രശ്നം ആയിട്ടില്ല. ആര് പറഞ്ഞു? ചക്കര കളയല്ലേ, ചക്കര ചക്കര അടിച്ചിട്ടു. ആകെ കുറച്ച് പെയിന്റ് ഉള്ളൂ. പെയിന്റ് അപ്പുറത്തെ റൂമിൽ കൂടെ അടിച്ചു. ഇത് റോളറാണ് അങ്ങനെ പോകും. റോളർ നമ്മള് റോളർ കണ്ടിട്ടുണ്ട് കേട്ടോ. ചക്കര ഈ വിറ്റ് അതില് തീർക്കണേ കേട്ടോ. ഇപ്പൊ മുക്കയില് ഈ വിറ്റ് മൊത്തം തീർക്കണം. പിന്നല്ലാണ്ട് എന്താ അത് അങ്ങനെയാണ് തീരുള്ളത്. അമ്പാടിന്റെ അതിഗംഭീരമായ പ്രകടനമാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. 10ാം നമ്പറിൽ ഇവിടെ ജേഴ്സി ഇട്ടുകൊണ്ട് അമ്പാടി ഇതാ തകർക്കുന്നു. പെയിന്റ് അടിയിൽ പെയിന്റ് അടി. അപ്പൊ പെയിന്റ് അടിക്കാൻ കിട്ടുമോ? ഇവിടെ ഒരു വട്ടം അടിച്ചാണോ? അല്ല അടിച്ചോ. അമ്പാടി പെയിന്റ് അടിയിൽ തകർക്കുന്നു. ഇതാ പല പല സ്കില്ലുമായി ഇന്നിറങ്ങിയാണ് അമ്പാടി. ചക്കര ഇവിടെ തുഴയുന്നു. എന്താ ഇത് വിടായിപ്പ അമ്പാടി പ്രശ്നട്ടോ. അമ്പാടി എടാ പേറ്റ് വശം ഉണങ്ങുമ്പോഴാണ് അറിയുള്ളൂ മണ്ടന്മാരെ. പണി അറിയില്ല. അതിന്റെ ഇടയിൽ നിന്ന് അടിക്കണ്ട, പുറത്തൊക്കെ അടിച്ചായി. കുറച്ച് വൃത്തിയായിട്ട് അടിക്കണം. ഇതിന്ന് ഇവിടെ എത്തും. എന്റെ 10 മിനിറ്റ് തീർത്താനേ മതി. ഇവന് അടി താഴെ വരെ. ഇവിടെ ആവില്ല എന്റെ പൊന്നെ ചക്കര മേലെ എത്തുന്നിടത്ത് കറക്റ്റ് അടി. റോളറിങ്ങാ. നീ അങ്ങനെയല്ലേ അക്കരെ മേലേക്കും താഴേക്കും മേലേക്കും താഴേക്കും അങ്ങനെ അടി. മേലേക്കും താഴേക്കും മേലേക്കും താഴെ. ആ അത് തന്നെ അങ്ങനെ അടി. അമർത്തിയാക്കും. ആ അത് തന്നെ അങ്ങനെ അടി. ഇപ്പൊ ഉണ്ടോ? അമ്പാടി ഇതാ സൈഡിലേക്ക് കോർണറിലേക്ക് എത്തിയിരിക്കുന്നു. അമ്പാടി കോർണറിൽ നിന്ന് ഒരു ഗോൾ അടിക്കാനുള്ള ലുണയുടെ നീക്കം. ചക്കര എന്താ 1.5 കിലോ പെയിന്റ് കൊണ്ട് കൊട്ട ഇവിടെ അടിക്കുമ്പോ സീറ്റ് ഇങ്ങോട്ട് വെക്കണ്ടേ മണ്ടന്മാരെ. മണ്ടന്മാരല്ല മണ്ട. ഞാൻ ഈ ഒരു മിനിറ്റ് മണ്ടന്മാരെ. കാര്യം നോക്ക്. സോ ഗൈസ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്തിട്ട് രണ്ട് മണ്ടന്മാരെ കൊണ്ട്. സോ ഗൈസ് അമ്പാടി തീവ്രവാദി ലുക്കിൽ പണിയെടുത്ത് ഫുള്ള് സെറ്റാക്കിയിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. നമ്മളൊക്കെ പിന്നെ എന്നാ പഴം മുഴിഞ്ഞ കയ്യൊക്കെ ചക്കര പെയിന്റ് കൊണ്ട കയ്യൊക്കെ നോക്കി ഞാൻ പണിയെടുത്ത് കഴിഞ്ഞു. ആളാടെ ഗൈസ് നമ്മൾ പൊട്ടിയിട്ട് ഒന്നാമത്തെ നമ്മുടെ കടന്നു കഴിഞ്ഞിരിക്കും. ഇനി ചക്കര കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അമ്പാടി സീന് ഫുൾ മോഡ്. ലുണയുടെ അഭ്യാസം കഴിഞ്ഞിരിക്കുന്നു. ലുണ
ഇറക്കാൻ അമ്പാടി പണി കഴിഞ്ഞിട്ട് ചായ കുടിക്കണം. അമ്പാടി പണി ചെയ്യണ്ടായിരുന്നു എന്നിട്ട് അത് അന്ത്യമില്ല, നാളെ ഉണ്ട്. പണീന്റെ ആദ്യ ഘട്ടമായിട്ടുള്ളൂ. ചക്കര തന്നെ ജിമ്മിന് പോകാത്തതുകൊണ്ട് അമ്പാടിന്റെ ബോഡിയൊക്കെ സീനായി കിടക്കുവാണ്. എന്നിട്ട് ഒന്നും അന്ന് തന്നെ ഒരു 3 റൗണ്ട് പോയി. ഇനി അതിന്റെ കണക്ക് പ്രകാരം 3 റൗണ്ടാ. ചോടത്ത് സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. അമ്പാടിന്റെ ഫീൽ ബോഡി അമ്പാടി മറച്ചിരിക്കുന്നു. ചക്ക ആദ്യമായിട്ടാണ് എങ്ങനെ പണിയെടുക്കുന്നു. പണിയെടുത്തിട്ടൊന്നുമില്ല, പെയിന്റ് അവിടെ ഇവിടെ കയ്യിലൊക്കെ ആയി കണ്ടോ. ചുമ്മാ പെയിന്റ് കൈയിട്ട് വാരിട്ട് പണിയെടുത്തു. സ്വന്തം റൂമല്ലടാ, ഇത് സൂപ്പർവൈസ് ചെയ്യും. അമ്പാടി വൈറ്റ് വാഷ് എടുത്ത് മുഖത്തു കൂടെ അടിച്ചു. സംഭവം വെളുത്തു. എമ്പുരാൻ കണ്ടാ ധരിപ്പിട്ട് അമ്പാടി പെയിന്റ് അങ്ങ് അടിച്ചു. നാളെ നമ്മള് വൈറ്റ് പെയിന്റ് അടിക്കും. നമ്മള് വൈറ്റ് വാഷ് അമ്പാടി മാത്രം അടിക്കും. നാളെ ഒരാളുടെ ഇതുള്ളൂ. നാളെ 2 മണിക്കേ ഉള്ളൂ. ചക്കരയും അമ്പാടിയും. അമ്പാടി നമ്മള് പണിക്കാനായിട്ടൊന്നും കൂട്ടുന്നില്ല. ചായ മിച്ചറും മുടിയൊക്കെ നച്ചല്ലോ. തമ്പുരാനെ. സോ ഗൈസ്, നാളെ നമ്മള് നാളെ അമ്പാടിന്റെ അടുത്ത പെയിന്റിങ് സ്കില്ലായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ 2ാം ഘട്ട പെയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അമ്പാടി നമ്മൾ വന്നിട്ടുണ്ട്. മെയിൻ പെയിന്റർ അമ്പാടി, പിന്നെ കോ പെയിന്റർ ചക്കര അവിടെ ഉണ്ട്. അപ്പോൾ 2ാം ഘട്ട പെയിന്റിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ നമുക്ക് എൻ്റെ റൂമാണ്. ഇന്ന് ചക്കര അമ്പാടിയും വൈറ്റ് വാഷ് അടിക്കാൻ പോകുന്നത്. കോൺട്രാക്ടേഴ്സ് അമ്പാടി ആൻഡ് ചക്കര. ഇമാര് ഇന്നലെ വൈറ്റ് വാഷ് അടിച്ചതാണ്. ഓ ഫിനിഷിങ്. ഓ ഇതൊക്കെ അമ്പാടിന്റെ ഐഡിയാണ്. ഇതിന് 2ാം ഘട്ട പെയിന്റിങ്. 2ാം ഘട്ടം എപ്പോഴാണ് അടിക്കുന്നത്? ഇപ്പൊ തന്നെ അടിക്കാന്നാണ് പണിക്കാര് പറയുന്നത്. അപ്പൊ അമ്പാടി പറയുന്നത് ഇന്ന് തന്നെ മൊത്തം തീർക്കാന്നാ പറയുന്നത്. പെയിന്റ് അടിക്കുന്നില്ല. ചക്കര എന്ത് പറയുന്നു? വൈറ്റ് വാഷ് മാത്രമേ. വൈറ്റ് വാഷ് മാത്രം മതിയോ? ചക്കര ഇന്ന് ഫിലയുടെ തൊപ്പിയിട്ട് ചക്കര ഇന്ന് പെയിന്റ് അടിച്ച് തകർക്കും. അപ്പൊ നമുക്ക് ആദ്യം എൻ്റെ റൂമിലും കൂടെ വൈറ്റ് വാഷ് അടിച്ചിട്ട് നമുക്ക് 2ാം ഘട്ട പെയിന്റിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ പെയിന്റേഴ്സ് എന്ത് പറയുന്നു അതേപോലെ നമ്മള് കേൾക്കുന്നതാണ്. നമുക്ക് അങ്ങനെ അറിയുള്ളൂ. പെയിന്റിങ്ങിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ ഇന്നത്തെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നലെ മിക്സ് ചെയ്ത പോലെ. അല്ല, ഇതില് ഓൾറെഡി നീല പെയിന്റ് ഉണ്ട്. അപ്പൊ എങ്ങനെ മിക്സ് ചെയ്യണം? ഞാനല്ല, അപ്പൊ പെയിന്ററായ എനിക്ക് മിക്സിങ് അറിയില്ലേ? ഇതെന്താ ഇത് എടുത്ത് മാറ്റട്ടെ, എന്നിട്ട് ഇതാക്കിയ പോരെ? അതിന്റെ മണ്ടലേക്ക് വീഴോ? ചെളിയൊക്കെ വീഴൂടാ. എന്റെ റൂമിൽ കയറി തോന്നിയാസം കാട്ടുന്നതാ. അതാണ് ചക്കര. ഇപ്പൊ ഗൈസ് നമ്മൾ പണി തുടങ്ങുകയായി. ഇതാ
കോണ്ടാക്ടേഴ്സ് എന്റെ റൂം കയറി മടങ്ങുകയാണ്. ചക്കര മെരി തുടങ്ങിയ റൂം. നമുക്ക് ഇതൊക്കെ പണിയിലേക്ക് കിടക്കാം. ബുക്കൊക്കെ മാറ്റാം എല്ലാം മാറ്റണം. കോണ്ടാക്ടർ പറയുന്ന പോലെയാണ് ഇന്ന് കളികൾ മൊത്തം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പൈസ ഇല്ല കേട്ടോ. പക്ഷേ ആ കൂലിയില്ലാത്ത പണിയാണിത്. കൂലിയില്ലാത്ത ഉള്ളി പണിയാ. ഭക്ഷണം മന്തി അത്രേ ഉള്ളൂ. മന്തിയോ അത്രേ ഉള്ളൂ. മന്തി മതി. ചക്കരയ്ക്ക് മന്തി വേണ്ടെന്ന് പറഞ്ഞു. ചക്കര കഴിക്കില്ല, കയറ്റാണ്. ചക്കരക്ക് സോ ഗൈസ് നമുക്ക് പണിയിലേക്ക് എടുക്കാം. ഇപ്പോൾ റൂമിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് പുറത്തിട്ടുണ്ട്. കോൺട്രാക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിന്റ് കലക്കുന്നു, അടിക്കുന്നു. സെറ്റാവില്ലേ? എന്തായിരുന്നു കത്തിയെടുത്ത് ചെത്തുന്ന അമ്പാടിൻ്റെ ഒരു വീക്ക്നെസ്. എല്ലാം മതി. പെയിന്റ് ചക്കര പ്രൊഫഷണൽ ആട്ടാ. പെയിന്റില്ല അല്ലാതെ അടിക്കുന്നത്. പൊട്ടിക്കണ്ടേ? മനസ്സിലായില്ലേ? വീട്ടില് മീൻ ചെത്തുന്ന അമ്പാടിയാണ്. മീൻ വൃത്തിയായിരുന്നു. ഇങ്ങനല്ല മീൻ ചെത്തുന്നത്. അമ്പാടി ഒരു സംഭവം തന്നെ. 10ാം ക്ലാസ് കഴിഞ്ഞവിടെ അമ്പാടിക്ക് പെയിന്റ് പണിയിൽ അതിഗംഭീരമായി അമ്പാടി പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്പാടിയുടെ ഭാവി ഇനി നിർണ്ണയിക്കാൻ പോകുന്നത് പിന്നെ ചക്കരയ്ക്കൊട്ടെ. ചക്കരക്ക് ആ ഭാവി അവൻ ആ ഭാവി പോലും ഇല്ല. പെയിന്റ് പണി പോലും അറിയില്ല. കളയുന്നു. അമ്പാടി പെയിന്റ് അമൂല്യമാണ്. അത് പാഴാക്കരുത്. ആകെ കുറച്ച് പെയിന്റും ഉണ്ട്, ഒരു റൂമും ഉണ്ട്. ഒന്നല്ല 2 റൂം ഉണ്ടല്ലേ. സോ ഗൈസ് നമ്മളിതാ പെയിന്റ് അടിക്കാൻ പോവുകയാണ്. അമ്പാടിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു അതിസാഹസ്യമായി. അപ്പോൾ അടുത്ത ഘട്ടത്തിൽ കാണാം. ഇതാ പെയിന്റ് മിക്സിങ്ങിലാണ്. കോൺസെൻട്രേഷൻ ഓൺ പെയിന്റിങ് അല്ലേ? നല്ലപോലെ പിടിക്കണ്ട കേട്ടോ അവര്. ആ വ്യക്തി മൊത്തം കിട്ടുവോ? അത് ചക്കരക്ക് കോല് കേട്ടോ. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അമ്പാടിക്ക് ഹൈറ്റുകൾ കൊണ്ട് അമ്മാനെ മേടുന്ന പറ്റും. അമ്പാടി കോല് കിട്ടിയാൽ എത്തൂല. കോല് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഓ പറയുന്ന എടാ ഒരാള് വേറെ വിത്തി അടിക്കടാ. 2 പേരോട് ഒരു വിത്തി അടിക്കാണ്ട്. ഹൈറ്റുകൾ കൊണ്ട് അമ്പാനെ മേടുന്ന പൊക്കത്ത് വരെ എത്തും. ചക്കരയ്ക്ക് കോല് വെച്ചാൽ എത്തും. ഓ അപ്പാടിക്ക് എത്താ. അതെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ അമ്പാടി ഹൈറ്റ് വെച്ചിട്ട്. ജീവിതത്തിൽ ആദ്യം പെയിന്റ് പണിയിലെ ഒരു ഗുണം. വേടി ഇതന്നെ. നിങ്ങൾ പെട്ടെന്ന് തീർക്കാറുണ്ട്. ആ കോൺട്രാക്ടർമാര് അമ്പാടി പ്രോയാണ്. ചക്കരക്കിട്ടാ ഇപ്പൊ തന്നെ ഫ്രീക്ക് ആയിട്ടോ. എന്തായി കുറവാണോ? ഉള്ള അടി അങ്ങോട്ട് ചക്കര പ്രൊഫഷണൽ ആയിട്ടോ. എനിക്ക് എടാ പൊട്ടാ നീ അതിലൊന്നും അടിച്ചില്ലടാ. സ്വിച്ചിനകത്തൊക്കെ എന്തിനാ അടിക്കുന്നേ?
അമ്പാടിക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് അമ്പാടി പറയാനുള്ളത്. അമ്പാടി വെടി ഉണ്ടാവുമല്ലോ അവിടെ ഇവിടെയൊക്കെ അടിക്കും. അമ്പാടി പോരാട്ടോ, ഇന്നലത്തെ അത്ര ഇതില്ല അമ്പാടിക്ക്. അവന്റെ ബ്രഷ് മാസാണ്. എന്റെ ഹൈറ്റ് വെട്ടുന്നില്ല. ചക്കരി ഇതാ പ്രൊഫഷണലായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പിയെടുക്കും. പഠിക്കുന്ന കാര്യത്തിൽ പോലും ചക്കര ഇങ്ങനെ ഒരു നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് പെയിന്റ് പണിയുടെ പല തരങ്ങൾ ഞാൻ കണ്ടു. ഇതെന്താ തരം? പുതിയ ഡിസൈനാ? കാക്ക തൂറിയ ഡിസൈൻ ഇവിടെ ഉണ്ടാക്കാം. അതൊക്കെ ഇപ്പൊ അങ്ങനെ തോന്നും. കുറച്ചേമ കണ്ട മാസാവും. ചക്കരയുടെ ഫിനിഷിങ്. ചക്കര ഇത് എങ്ങനെ സാധിച്ചു? യൂട്യൂബ് വീഡിയോ കണ്ടോ ഇന്നലെ? വൈറ്റ് പെയിന്റ് അടിക്കൽ. ചക്കര ഇന്നലെ യൂട്യൂബ് വീഡിയോ കണ്ട് സെറ്റ് ആക്കി കേട്ടോ. എല്ലാം കൊണ്ട് കളഞ്ഞു. ഇത്ര നേരം നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. നീ മേലേക്ക് ഉരുട്ടണ്ട. അതിലാ ഭിത്തി മൊത്തം ഇതാക്കണ്ടോ? എന്തോ ഒരു അപാകത പോലെ. എന്തത്? ആരെ ചവിട്ടി? ചക്കരക്ക് പ്രൊഫഷണൽ പെയിന്ററായ ചക്കരക്ക് എവിടെ പാളി. നമ്മള് സൂപ്പർവൈസിംഗ് ഉള്ളു, പണി എടുക്കലില്ല. ഇല്ല ഇന്ന അമ്പാടിക്ക് റെസ്റ്റ് ഇല്ല, ചക്കരക്ക് റെസ്റ്റ് ഇല്ല. മുകളിൽ നമ്മൾ സൂപ്പർവൈസിംഗ് ആണ്. പെയിന്റ് ഇഷ്ടം പോലെ മൊത്തം നമ്മള് ഫില്ല് ചെയ്തിരിക്കും. ചക്കര കുറച്ച് പെയിന്റ് വെച്ച് നമ്മളെ അടിച്ചു. എന്താണ് കോൺട്രാക്ടർമാരെന്താ പറയുന്നത്? ഈ പെയിന്റ് വെച്ച് നടക്കുവോ? ഫുള്ള് പെയിന്റ് വെച്ച് നടക്കുമായിരിക്കുന്നതാണ് ഒരു കോൺട്രാക്ടർ പറയുന്നത്. ഈ കോൺട്രാക്ടറോ? മെയിൻ കോൺട്രാക്ടർ എന്ന് പറയുന്നത് നടക്കുവോ? കോൺട്രാക്ടർ മടുത്തു. അമ്പാടി ദേഷ്യം വരും. നീല പെയിന്റ് പോകണം. പിന്നെ ചക്കര പ്രൊഫഷണൽ അതാണ് പറയുന്നത്. എന്ത് താഴെ വരെ എത്തണേ? ചക്കരക്ക് താഴെ വരെ എത്തിച്ചിരിക്കുന്നു. ചക്കരയുടെ സാമ്രാജ്യം. ഇത്രയും ചക്കര പെയിന്റ് വെച്ച തോട്ടിന്റെ അപ്പുറത്ത് അമ്പാടി ഇടയ്ക്ക് ഓരോന്നങ്ങ് പൊട്ടിക്കോ. അതുള്ളൂണാ 10ാം നമ്പറിലൂണാ. ആദ്യത്തെ 5 മിനിറ്റുകൾ അതിഗംഭീരമായി ലൂണാതാ മുന്നേറുകയാണ്. ചക്കര അതിനും വലിയ. ഓ ചക്കര ഡിഫറെന്റ് ആംഗിളിലൊക്കെ അടിക്കുന്നത്. ചക്കര ഇന്നലെ കുറച്ച് ഇന്നലെ യൂട്യൂബ് ചക്കര കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തിന്റെ പെയിന്റ് എങ്ങനെ അടിക്കാന്നാ? അമ്പാടി ഇതാ പ്രൊഫഷണലായിട്ട് തുടങ്ങിയിരിക്കുന്നു. സോ ഗൈസ് നമുക്ക് മൊത്തം അടിച്ചിട്ട് കാണാം അല്ലേ? അത്രല്ല, മൊത്തം അടിക്കണം കേട്ടോ.
നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് ഓഫ് പെയിന്റ് അടി അതിവിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോണ്ടാക്ടർ അടിയായി, ഒരു കോണ്ടാക്ടർ കടത്തിലായി. അപ്പോൾ നമുക്കൊരു കോണ്ടാക്ടറേ ഉള്ളൂ. നീരടിക്കണ്ടേ? ആ മുടിയ കളറായില്ല, ഇനി അമ്പാടി വേറെ ലുക്കില്ല. അമ്പാടി സൈഡായി. ഒരു റൂം അടിച്ചാൽ തന്നെ അമ്പാടി ഇന്ന് സൈഡായി. ഇന്ന് അമ്പാടിക്ക് സ്റ്റാമിനയില്ല. സോ ഗൈസ്, നമ്മുടെ റൂമിൽ പെയിന്റ് അടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്കരയും അമ്പാടി കോണ്ടാക്ടറും വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.